അങ്ങനെ ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് മനുവിൻ്റെ വീട്ടിലായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം അങ്ങ് പോയി. പിന്നെ തൊമ്മി ഉണ്ടായിരുന്നു കേട്ടോ, അവൻ കളിക്കാനായിട്ട് ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ വൈകുന്നേരം ഇസാക്കിനെയും കൊണ്ട് ഈ ഡീർ പാർക്കിലൊന്ന് ഇറങ്ങി കേട്ടോ. മനുവിൻ്റെ വീടിൻ്റെ അടുത്താണിത്. നമ്മൾ എവിടെ പോകുന്ന വഴി, തെന്മലയ്ക്ക് അടുത്താണ് കേട്ടോ ഈ സ്ഥലം. ഡീർ പാർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറേ മാനും മ്ലാവും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ നല്ല രസമാണ്. ഇതുങ്ങളുടെ ദേഹത്തൊന്നും ഒരു ചെളിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല. നല്ല നീറ്റാണ്. കാര്യം ഫോറസ്റ്റിനകത്ത് തന്നെ ഇവരെ ഇങ്ങനെ കാര്യമായിട്ട് സംരക്ഷിച്ച് വെച്ചേക്കാണ്. പിന്നെ ഇതുങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഭയങ്കര മനുഷ്യരോട് വലിയ ക്ലോസ് ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് പിള്ളേരുടെ അടുത്ത് ഭയങ്കര ഇതാട്ടോ. ഇവനിങ്ങനെ പച്ചലയൊക്കെ കൊണ്ട് കരിയില കൊടുത്തിട്ട് അത് കഴിച്ചില്ല. പിന്നെ അമ്മ എവിടെ നിന്നൊക്കെയോ പച്ചല ഇങ്ങനെ പറിച്ച് കൊണ്ട് കൊടുക്കും. ഇതിനിങ്ങനെ കൊടുത്തുകൂടാ എന്നുണ്ട്. അപ്പം ഇവനിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് പിള്ളേർക്ക്. അങ്ങനെ ഇസാക്കിന് ആദ്യം കുറച്ച് പേടിയൊക്കെ ആയിരുന്നു. പിന്നെ അത് എന്താ അമ്മ ആട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് പേരൻസിൻ്റെ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഭയങ്കര എന്താ പറയുന്നത്. ഇവനേന്നും പറഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ചെടുത്ത് ഇങ്ങനെ നടക്കും അവൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഓടി വന്ന് ഇതിനെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവർ തമ്മിലുള്ള ആ കോംബോ കാണാനായിട്ട്. ഇസാക്കിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇവന് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവന് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇപ്പോഴാണ് ഞാനിത് ഇടിയിച്ചത് കേട്ടോ. ഇത് അലമാരിക്കകത്തിരുന്ന് സത്യത്തിൽ പൂത്ത് പോയെന്ന് പറഞ്ഞാൽ മതി. ഇച്ചിരി ചെറുതായി, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ മറ്റേ നിരങ്ങുന്ന ആ സാധനത്തിൽ നിന്ന് പാൻ്റൊന്ന് വീണെന്ന് വെച്ചാൽ നിരങ്ങി വന്നപ്പോൾ ചെളിയായിരുന്നു. അതിലൊന്ന് വീണ് പാൻറ്റ് മൊത്തം ചെളിയൊക്കെ ആയി കേട്ടോ. പിന്നെ എന്താ കോട്ടൊക്കെ ഊരി കെട്ടി ഞങ്ങൾ, അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അമ്മയും കുറച്ച് ഊഞ്ഞാലൊക്കെ ആട്ടി. നല്ല വലിയ ഊഞ്ഞാലാണ് കേട്ടോ. അവിടുത്തെ മരങ്ങളിൽ ഒരു 3-4 ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ വൈകുന്നേരങ്ങളിൽ അവിടെ വരും, പിള്ളേരെയും കൊണ്ടും ഒക്കെ ആയിട്ട് കളിപ്പിക്കാനും ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇവരെ കണ്ടോ, ഭയങ്കര സ്നേഹം. അങ്ങോട്ടും ഇങ്ങോട്ടും മേം പറക്കി കൊടുക്കുകയോ സന്തോഷം കാണിക്കുകയോ ചിരിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. മടി കൊച്ചു ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എർത്ത് ഡാമിൽ വന്നു. അവിടെ കൊട്ട വഞ്ചിയും ബോട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സമയം കഴിഞ്ഞു പോയായിരുന്നു, ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബൈ.